നമസ്കാരം. മഹാഭാരതം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആദ്യം തെളിയുന്ന രംഗം ഏതായിരിക്കും? സംശയമൊന്നുമില്ല, അത് കുരുക്ഷേത്ര യുദ്ധരംഗം തന്നെയാകും. വിദ്വേഷവും കാലുഷ്യവും നിറഞ്ഞ മനുഷ്യബന്ധങ്ങളും അത് മനുഷ്യരിൽ സൃഷ്ടിക്കുന്ന പകയും അസൂയയും ഒക്കെ തന്നെയാണ് ഈ കുരുക്ഷേത്ര യുദ്ധരംഗത്തേക്ക് അവരെ കൊണ്ടെത്തിച്ചത്. ഈ ഒരു കാര്യം പൗരാണിക കാലത്ത് മാത്രമല്ല, ഈ ആധുനിക കാലഘട്ടത്തിലും വളരെ റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒന്ന് തന്നെയാണ്. അത് തന്നെയാണ് ഈ മഹാഭാരതത്തിന്റെ പ്രസക്തിയായിട്ട് നമുക്ക് പറയാനുള്ളത്. പാണ്ഡവരും കൗരവരും തമ്മിലുള്ള അന്തഛിദ്രം അതിന്റെ പാരമ്പര്യത്തിൽ എത്താനുള്ള ഒരു കാരണമായിട്ട് നമുക്ക് പറയാൻ കഴിയുക, പാണ്ഡവർ യുധിഷ്ഠിരന്റെ നേതൃത്വത്തിൽ ഇന്ദ്രപ്രസ്ഥം തലസ്ഥാനമാക്കി ഭരണം നടത്തി വരവേ അവർ രാജസൂയ യാഗം നടത്തുന്നു. ഈ യാഗത്തിൽ പങ്കെടുക്കാനായിട്ട് ദുര്യോധനനും അനുജന്മാരും അവിടെ എത്തിച്ചേരുകയാണ്. ഹസ്തിനപുരത്തിൽ ഇല്ലാത്ത സൗകര്യങ്ങളും ആഡംബരങ്ങളൊക്കെ ഇന്ദ്രപ്രസ്ഥത്തിൽ കാണുക വഴി അവർ വളരെയധികം അസൂയാലുകളായി തീരുന്നു. പാണ്ഡവരുടെ സമൃദ്ധി കണ്ടിട്ട് മനസ്സ് നീറിയിട്ട് ദുര്യോധനൻ തന്റെ വ്യഥ അമ്മാവനായിട്ടുള്ള ശകുനിയോട് പങ്കുവച്ചു. അന്നേരം ശകുനിയാണ് ദുര്യോധനോട് പറയുന്നത്, നീ പാണ്ഡവരെ ചൂതുകളിക്ക് ക്ഷണിക്കുന്ന പക്ഷം അവരുടെ സമ്പത്തുകളെല്ലാം നിന്റേതാക്കി തരുന്ന കാര്യം ഞാൻ ഏറ്റുവന്നു. അതിനൊരു കാരണമുണ്ട്. ചൂതുകളിയിൽ വളരെയധികം കുതന്ത്രശാലിയാണ് ശകുനി. ഇങ്ങനെ ഒരു ഗൂഢതന്ത്രം മെനഞ്ഞിട്ട് ശകുനി ധൃതരാഷ്ട്രോട് ചോദിച്ചു, അങ്ങയുടെ മകൻ ദുര്യോധനൻ വളരെ വിഷണ്ണനായിട്ട് നടക്കുന്നത് അങ്ങ് കാണുന്നില്ലേ? അതിന്റെ കാരണം അങ്ങ് അന്വേഷിക്കാത്തത് എന്ത്? ഈ വാക്ക് കേട്ട് ധൃതരാഷ്ട്രൻ ആകുലനായിട്ട് മകനെ കണ്ട് കാര്യം അന്വേഷിച്ചു. അപ്പോൾ യുധിഷ്ഠിരന്റെ സമ്പൽ സമൃദ്ധി കണ്ടിട്ട് തന്റെ മനസ്സ് ചുട്ടി നീറിയിരിക്കുകയാണെന്നും ജീവിതം മടുത്ത അവസ്ഥയിലുമാണ് താനെന്നും ദുര്യോധനൻ അച്ഛനോട് പറയുന്നു. ചൂതുകളിയിൽ തന്ത്രശാലിയായ ശകുനി അമ്മാവൻ ചൂതുകളി കൊണ്ട് യുധിഷ്ഠിരന്റെ സമ്പത്ത് മുഴുവൻ നമ്മുടേതാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുള്ള വിവരവും അച്ഛനോട് ദുര്യോധനൻ പറയുന്നു. ഇത് കേട്ട ധൃതരാഷ്ട്രർ പറഞ്ഞു, അത് ആ കാര്യം വിതുരരോട് ആലോചിച്ചിട്ട് മറുപടി പറയാവുന്ന രീതിയിൽ ദുര്യോധനോട് മറുപടി പറയാണ്. ഈ വിവരം ധൃതരാഷ്ട്രരിൽ നിന്ന് പറഞ്ഞ വിതുരർ ചൂതുകളി നമ്മളെ ആപത്തിലേക്ക് കൊണ്ട് ചെന്നെത്തിക്കൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. വിതുരരുടെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു മുന്നറിയിപ്പ് കിട്ടിയിട്ട് കൂടി പുത്രവാത്സല്യം കൊണ്ടുകൂടി അന്ധനായ ധൃതരാഷ്ട്രർ ദുര്യോധനന്റെയും ശകുനിയുടെയും പ്രേരണയ്ക്ക് മുന്നിൽ വഴങ്ങുകയാണ്. ധൃതരാഷ്ട്രർ പാണ്ഡവരെ ചൂതുകളിക്ക് ക്ഷണിക്കാനായിട്ട് ദൂതനെ അയച്ചു. ഈ ചൂതുകളി കൊണ്ട് ഇന്നത്തെ കാലത്താണെങ്കിൽ ഓൺലൈൻ ചൂതുകളി കൊണ്ടൊക്കെ സർവ്വതും നഷ്ടപ്പെട്ട വ്യക്തികളെയും അത് ആത്മഹത്യ ചെയ്ത കുടുംബങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ പലതും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അന്നും ഇന്നും ഒരേപോലെ പ്രസക്തമായിട്ടുള്ളൊരു വിഷയമായിട്ട് വേണം തന്നെ നമ്മളിതിനെ കാണാനായിട്ട്. കൗരവരുടെ ക്ഷണം സ്വീകരിച്ച് ചൂത് കളിക്കാനായിട്ട് ഹസ്തിനപുരിയിൽ എത്തിയ പാണ്ഡവർ യുധിഷ്ഠിരന്റെ നേതൃത്വത്തിൽ ചൂതിലിരിക്കുന്നു. ശകുനിയുടെ കുടിലതന്ത്രങ്ങളിൽ പരാജയപ്പെട്ട യുധിഷ്ഠിരൻ തന്റെ സർവ്വസമ്പത്തും പണയം വെച്ച് ചൂത് കളിച്ചു. അവസാനം തന്റെ സഹോദരന്മാരെയും ഏറ്റവും ഒടുവിൽ ഭാര്യ ദ്രൗപദിയെ തന്നെയും പണയവസ്തുവായിട്ട് ചൂത് കളിച്ചു. യുധിഷ്ഠിരനെ വിളിക്കുന്നത് ധർമ്മപുത്രൻ എന്നാണ്. പക്ഷെ ഈ ചൂതുകളി ഭ്രമത്തിൽ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ പ്രവൃത്തികളും ധർമ്മത്തിന് നിരക്കുന്നതല്ല എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ്. ആദ്യവട്ടം ചൂതുകളിയിൽ പാണ്ഡവർക്ക് സർവ്വസമ്പത്തും നഷ്ടപ്പെട്ടപ്പോൾ ദ്രൗപദിയോടുള്ള വാത്സല്യ നിമിത്തം നഷ്ടപ്പെട്ട സമ്പത്തുകളെല്ലാം പാണ്ഡവർക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് ധൃതരാഷ്ട്രർ ഉത്തരവിട്ടു. അതിന് പ്രകാരം അവർക്ക് സമ്പത്തുകളെല്ലാം തിരികെ നൽകേണ്ടായി. ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് മടങ്ങിയ പാണ്ഡവരെ ഒരു വട്ടം കൂടി ചൂത് കളിക്കാനായിട്ട് ദുര്യോധനാദികളുടെ പ്രേരണയാൽ ധൃതരാഷ്ട്രർ വീണ്ടും ക്ഷണിക്കുകയാണ്. ആ വരവിൽ അതിന് ഒരു നിബന്ധന കൂടി വയ്ക്കേണ്ടേ. ചൂതുകളിയിൽ പരാജയപ്പെടുന്ന പക്ഷം 12 വർഷക്കാലം വനവാസവും അതിനുശേഷം 1 വർഷം അജ്ഞാതവാസവും. ഈ അജ്ഞാതവാസ കാലത്തിനിടയ്ക്ക് പിടിക്കപ്പെട്ടാൽ വീണ്ടും ഒരു 12 വർഷക്കാലം വനവാസം ആവർത്തിക്കണം. അതായിരുന്നു നിബന്ധന. ഇങ്ങനെ ഈ ഒരു കുടിലമായിട്ടുള്ള നിബന്ധന അംഗീകരിച്ചുകൊണ്ട് ചൂതുകളിൽ ഏർപ്പെട്ട പാണ്ഡവർ വീണ്ടും പരാജയപ്പെടുന്നു. ചൂതിൽ പരാജയപ്പെട്ട പാണ്ഡവർ വനവാസത്തിന് പോവുകയും അജ്ഞാതവാസവും കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ അവർക്ക് ഇന്ദ്രപ്രസ്ഥം നൽകാതെ വരികയും ചെയ്യുന്ന അവസരത്തിലാണ് ഈ ഒരു കുരുക്ഷേത്ര യുദ്ധം അവിടെ സംഭവിക്കുന്നത്. ഈ ആധുനിക കാലത്തും കുരുക്ഷേത്രങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മനുഷ്യരാശി ഉള്ളിടത്തോളം കാലം സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും. മഹാഭാരതത്തിന് സർവകാലിക പ്രസക്തി ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇതാണ്. മഹാഭാരതത്തിന്റെ പ്രസക്തി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ്, ഈ ഒരു അധ്യായം ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒരു കമൻ്റായിട്ട് കുറിക്കാൻ ആരും തന്നെ മടിക്കണ്ട. അടുത്ത ഒരു എപ്പിസോഡിൽ നമ്മൾ തീർച്ചയായിട്ടും കാണുമെന്ന് ഓർമ്മിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.